ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടി വി സാംസങ് നിയോ QLED TV. ഇതൊരു 4K TV ആണ്. ഇതിന്റെ 4K മോഡലും 8K മോഡലും സാംസങ് ലോഞ്ച് ചെയ്തു. 2023 CES ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് ഫെസ്റ്റിലാണ് ആദ്യമായിട്ട് ഈ ഒരു TV എല്ലാവരും കണ്ടത്. അതിനുശേഷം കഴിഞ്ഞ മാസം വൗ എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റിൽ സാംസങ് ഇത് ഒഫീഷ്യലി പബ്ലിക്കിന് റിലീസ് ചെയ്തു. ആ വൗ ഇവന്റിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നിയോ QLED TV നിങ്ങൾ ബോക്സിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ TV, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, പിന്നീട് ഒരു വാൾ മൗണ്ട്. ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഭയങ്കര ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്, പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയൊക്കെ നമ്മൾ ടേബിൾ കുലിക്കാലും TV ഒരു തരത്തിലും കുലുങ്ങത്തില്ല എന്നുള്ളത് 100% ഉറപ്പ്. അത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു TVയും സ്റ്റാൻഡുമാണ് നിയോ QLED ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സാംസങ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. ഇതൊന്നുമല്ല, ഈ TVയുടെ കൂടെ ഒരു ചെറിയ റിമോട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ആ റിമോട്ട്. ഈ റിമോട്ടിന്റെ താഴെയായിട്ട് ഒരു ടൈപ്പ് സി പോർട്ട് കാണാൻ പറ്റും, പുറകിലായിട്ട് ഒരു സോളാർ പാനൽ. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുള്ള ലൈറ്റ് വെച്ച് തന്നെ ഈ ഒരു റിമോട്ട് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുള്ള ബൾബോ ട്യൂബോ ഇതിൻ്റെയൊക്കെ ലൈറ്റ് തന്നെ ധാരാളം. ഇനി ഒരു TVയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് അതിൻ്റെ ആ ഒരു പാനൽ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ. നമ്മൾ നിയോ QLEDയിലേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. കിഡിലം ഇമേജ് ക്വാളിറ്റിയാണ്. വളരെ തിന്നായിട്ടുള്ള ബസ്സിലാണ് സാംസങ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഡീപ്പ് ബ്ലാക്കും അതുപോലെ തന്നെ വൈബ്രന്റ് കളേഴ്സും എല്ലാം ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കിഡിലം ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു സാംസങ്ങിൻ്റെ TVക്കകത്ത് വരാനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തത് ലോകത്തിലെ ആദ്യത്തെ പാൻറ്റോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു TV ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് പാൻറ്റോൺ എന്ന്. ലൈക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലോഗോ കണ്ടു, ആ ലോഗോയ്ക്കകത്ത് ഒരു കിളിപ്പച്ച, ആകാശ നീല, ചുവല കളറ്, ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറ് പ്രിസൈസ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കളറിനല്ല ഒരു പാൻറ്റോൺ കോഡ് കാണും. ആ പാൻറ്റോൺ കോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രിസൈസ് ആയിട്ടുള്ള ആ ലോഗോയ്ക്കകത്ത് ഏത് കളറാണോ ഉപയോഗിച്ചിട്ടുള്ളത് അത് 100% പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ പാൻറ്റോൺ കമ്പനി ആയിട്ടാണ് സാംസങ് കൊളാബറേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു TVക്കകത്ത് വരുന്ന ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് കളേഴ്സ് പ്രിസൈസ് ആയിരിക്കും. രണ്ടാമത്തെ റീസൺ എന്തെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് കുറച്ച് എക്സൈറ്റിംഗ് ആണ്. ഇത് ഒരു OLED ഡിസ്പ്ലേ അല്ല. ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത് നിയോ QLED എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാനലാണ്. ഈ ഒരു നിയോ QLED എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ OLED ഡിസ്പ്ലേ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ പിക്സലും ഓരോ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഇപ്പോൾ പിക്സൽ ഓൺ ആയിരിക്കുമ്പോൾ ലൈറ്റ് വരും, പിക്സൽ ഓഫ് ആയിരിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. ലൈക്ക് സിമ്പിൾ പരിപാടി. ഇനി നിയോ QLED TVക്കകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വാണ്ടം ലെയർ വരും. ഈ ക്വാണ്ടം ലെയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള മിനി LEDs, അതായത് 40 മടങ്ങ് ചെറിയ മിനി LEDs ആണ്. നോർമൽ LEDയിൽ നിന്ന് 40 മടങ്ങ് ചെറിയ മിനി LEDs ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല ബ്രൈറ്റും ആയിരിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ ബേൺ ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ഒരു TVക്കകത്ത് വരത്തുമില്ല. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റിയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടും. സാംസങ് നിയോ QLEDയുടെ പീക്ക് ബ്രൈറ്റ്നസ് എത്രയാണെന്ന് അറിയാമോ? 4000 nits. 4000 nits പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു TV ആണ് നിങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ എൻ്റെ പുറകിൽ ഇതായിരിക്കുന്നത്. ആൻഡ് ഒരാഴ്ചയ്ക്ക് മേളിലായെന്ന് തോന്നുന്നു ഞാനിത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി വൗ ഇവൻറ്റിൻ്റെ ആ സമയം തൊട്ട് ഞാൻ യൂസ് ചെയ്ത് വരികയാണ്. ഈ ഒരു TVയുടെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണമല്ലോ. നിയോ QLEDക്ക് 2 റെസൊല്യൂഷനിൽ വരുന്നുണ്ട്, 8K TVയും 4K TVയും. ഈ 4K TVക്കകത്ത് നിങ്ങൾ 1080p ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും AI അതിനെ അപ്സ്കെയിൽ ചെയ്ത് ഒരു 4K റെസൊല്യൂഷനിലേക്ക് ക്വാളിറ്റി ലോസ് ഒന്നും തന്നെ ഇല്ലാതെ കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു 1080p വീഡിയോ ഇടാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക അതൊരു 4K വീഡിയോ ആയിട്ടാണ്. അത് ഏതൊരു മീഡിയത്തിൽ നിങ്ങൾ കാണുന്ന സമയത്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി TVക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓഡിയോ. ലൈക്ക് ഇതൊരു സ്ലിം ആയിട്ടുള്ള ഒരു TV ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്ലിം ആയിട്ടുള്ള TV ആണ് എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഓഡിയോയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും അവർ വരുത്തിയിട്ടില്ല. 60 വാട്ട്സിൻ്റെ ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. എസ്പെഷ്യലി ടോൺ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ അകത്ത് ക്യൂ സിംഫണി എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ബാർസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ TVയുടെ ഓഡിയോയും സൗണ്ട് ബാറിൻ്റെ ഓഡിയോയും കൂടി കമ്പൈൻ ചെയ്ത് ഒരു 360 ഡിഗ്രി എക്സ്പീരിയൻസ് പോലെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഡോൾബി അറ്റ്മോസിൻ്റെ കംപ്ലീറ്റ് ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാനൊരു ഗെയിമറാണ്. ഈ ഒരു TVയുടെ റിഫ്രഷ് റേറ്റ് എത്രയാണെന്ന് അറിയാമോ? 144 Hz.
നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കൺസോൾസും 120 ഹെഡ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റിൽ 144 FPS ഗെയിം ആസ്വദിക്കാൻ പറ്റും അറ്റ് 4K റെസൊല്യൂഷൻ. ഭയങ്കര അടിപൊളിയായിട്ട്. ശരിക്കും ഞാൻ എൻ്റെ PC കണക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ ഫീലാണ് വേറെ ലെവൽ ഫീലാണ്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ഗെയിം ബാർ ഫീച്ചർ ഉണ്ട്. നമ്മുടെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്കറിയാം ഗെയിം ബാർ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് എയർ, നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ക്രോസ് എയറിനെ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്രോസ് എയർ ഇല്ലെങ്കിൽ ഇനി മിനി മാപ്പ് വലുതായിട്ട് കാണുന്ന ഫീച്ചർ, അതായത് നിങ്ങളുടെ ഇപ്പോൾ PUBG കളിക്കുന്ന സമയത്ത് ഒരു ചെറിയ മാപ്പ് കാണുമല്ലോ, അതിനെ നമുക്ക് വലുതാക്കി ഒരു ടിവിയുടെ ഒരു ഭാഗത്തേക്ക് വലുതാക്കി കാണിക്കും. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആരെ കഴുത്ത് വരുന്നുണ്ട്, എന്താണ് നമ്മുടെ നെക്സ്റ്റ് മൂവ് എന്നുള്ളത് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ സാംസങ് ഫോണുമായിട്ട് നമ്മുടെ ടി വി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാംസങ് ഡെക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ നിങ്ങളുടെ ടി വി ആക്ട് ചെയ്ത് ഇതാക്കണ്ടോ ഇതേപോലെ പ്രൊഡക്റ്റീവായിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ടി വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു IoT ഹബ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ വീട്ടിനകത്തുള്ള സാംസങ് IoT ഡിവൈസസ് എല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ടി വി യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം ഈ ടി വിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ നിയോ QLED ടി വി ടൈസൺ ഓയിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുപോലെ സാംസങ്ങിൻ്റെ ഏതെങ്കിലും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഉണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് നിങ്ങളുടെ ടി വിയുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ഫോൺ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. എൻ്റെ ഫോണിൻ്റെ സ്ക്രീന് മൊത്തത്തിൽ ഇപ്പോൾ എനിക്കിതിനകത്ത് പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, എൻ്റെ ഫോണിൻ്റെ ഹോം സ്ക്രീനാണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ വലുതായിട്ട് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ സാംസങ്ങിൻ്റെ ഡിവൈസസ് ആണ്, സാംസങ് എക്കോസിസ്റ്റം ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വീട് മൊത്തത്തിൽ ഓട്ടോമേറ്റ് ചെയ്ത് വേണമെങ്കിലും ഈ ടി വി ഉപയോഗിച്ച് അല്ലെങ്കിൽ ടി വി വെച്ച് എടുക്കാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ടത്, നിങ്ങളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം നിങ്ങളങ്ങ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി, നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടി വി അത് ഡിറ്റക്ട് ചെയ്തിട്ട് ടി വിയുടെ സ്ക്രീൻ ഓഫ് ആവും. അങ്ങനെ നിങ്ങൾക്ക് കറണ്ടും ലാഭിക്കാനായിട്ട് പറ്റും. ഒരു ടി വിക്കകത്ത് എത്രത്തോളം ഇന്നോവേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം സാംസങ് നിയോ QLED എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടി വിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്യാഷ് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4K വേരിയൻറ്റ് നിങ്ങൾക്ക് വാങ്ങാം. ഇനി നിങ്ങൾക്ക് ക്യാഷ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടി വി എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ടി വി ഉണ്ട്, ഇതിൻ്റെ 8K വേരിയൻറ്റ്. അതും ഏറ്റവും വലിയ സൈസിലും. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഒരു ടി വിയുടെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയോ QLED ടി വി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം.